താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെ നടപടിയെടുക്കാതെ ആഭ്യന്തര വകുപ്പ്. വി ബെന്നി ഇപ്പോഴും താനൂർ ഡിവൈഎസ്പിയായി തുടരുകയാണ്. എസ്ഐയും 3 പോലീസുകാരും 9 മാസമായി സസ്പെൻഷനിൽ തുടരുമ്പോഴും മൊഴിമാറ്റാൻ നിർബന്ധിച്ച ഡിവൈഎസ്പിക്കെതിരെ നടപടിയില്ല. തെളിവ് നശിപ്പിക്കാനാണ് നീക്കമെന്നാണ് ആരോപണം. താമിർ ജഫ്രി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് താനൂർ എസ് ഐ കൃഷ്ണലാൽ, CPOമാരായ മനോജ്, ആശിഷ് സ്റ്റീഫൻ, ശ്രീകുമാർ എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് താമിർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ 4 ഡാൻസ് ഓഫ് ടീം അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കുറ്റമെല്ലാം താനൂർ SIയുടെയും പോലീസുകാരുടെയും ചുമലിൽ കെട്ടിവെച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സുരക്ഷിതരായി. നിലവിൽ സസ്പെൻഷനിലുള്ള SIയും 3 പോലീസുകാരും താമിർ ജഫ്രിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുകയായിരുന്നു. എന്നാൽ താമിർ ജഫ്രിയെയും കൂട്ടാളികളെയും ചേളാരിയിൽ നിന്ന് പിടികൂടുന്നത് മുതൽ എല്ലാ കാര്യവും അറിയുകയും എല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരിൽ പ്രധാനിയാണ് താനൂർ DYSP വി ബെന്നി മാത്രം ഇപ്പോഴും അതേ പദവിയിൽ തുടരുകയാണ്. അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് മാറി, CI ജീവൻ ജോർജും SHO ഷെഹൻഷായും മാറി. SI കൃഷ്ണലാലിനോട് മൊഴിമാറ്റാൻ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടും DYSP ബെന്നി അതേ സ്ഥലത്ത് തുടരുകയാണ് ഇപ്പോഴും. ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിളിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിൽ നേരിട്ട് പോയി സ്റ്റേറ്റ്മെന്റ് കൊടുക്കരുത്, അതിന് മുമ്പ് ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് മഞ്ചേരി ശ്രീധരൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് വേണം എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. താമിർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയവരെ CBI അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ബെന്നി ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാണ് CBI അന്വേഷണം നീളേണ്ടത്. CBI അന്വേഷണം തുടരുമ്പോൾ അതേ സ്ഥാനത്ത് ഗുരുതര ആരോപണം ഉയർന്ന ബെന്നി തുടരുന്നത് അന്വേഷണം എത്രമാത്രം സത്യസന്ധമാകുമെന്ന സംശയമാണ് ഉയരുന്നത്. താനൂർ കസ്റ്റഡി കൊലയിൽ താനൂർ SIയുടെ മൊഴി മാറ്റാനുൾപ്പെടെ ശ്രമം നടത്തിയ തെളിവുകൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് താനൂർ DYSP വി ബെന്നി അതേ പോസ്റ്റിൽ അവിടെ തന്നെ തുടരുന്നത്? ആരാണ് ഇതിന് പിറകിലുള്ളത്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.